എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചക്കപ്പുട്ടാണ് കേട്ടോ. അത് എങ്ങാണ്ടെന്നൊക്കെ കിട്ടിയ ചക്ക നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിയാണ്. അതിന് ഏകദേശം 3/4 കപ്പ് വെള്ളം മതിയാകും. നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. പുട്ടിൻ്റെ എത്രമാത്രം അത് വറുത്തതാണോ അതനുസരിച്ചാണ് കുറച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ ആദ്യം ഈ വെള്ളത്തിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നമുക്ക് പുട്ട് നനയ്ക്കുന്നതിന് മുമ്പ് എന്നിട്ട് ആ ഉപ്പൊന്ന് തൊട്ട് നോക്കണേ. ഈ വെള്ളത്തിൽ ഉപ്പിട്ടു. ഒരു ചെറിയ ചൂടുവെള്ളമാണിത്. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് തൊട്ട് നോക്കണം. വെള്ളത്തിന് ചെറിയ ഉപ്പ് രസം ഉണ്ടെങ്കിൽ പുട്ടിനും ഉപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഈ പുട്ടൊന്ന് നനയ്ക്കണം. ഞാൻ ആദ്യം വെള്ളം അങ്ങ് ഒഴിക്കുക ഇതിനകത്തോട്ടെ. പക്ഷെ മുഴുവൻ ഒഴിക്കുന്നില്ല, ഒന്ന് പിടിച്ച്, കാര്യം അഥവാ വെള്ളം കൂടിപ്പോയെങ്കിലോ. അതിനുശേഷം ഞാൻ ഈ പൊടി ഇതിനകത്തേക്ക് ഇടുകയാണ്. വെള്ളത്തിനകത്തേക്കാണ് പൊടി ഇട്ടത്, നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഏകദേശം കറക്റ്റാണ്. അതല്ലെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് എക്സ്ട്രാ. ഇവിടെ മുഴുവൻ ഒഴിച്ചില്ല, കാര്യം നമുക്ക് അറിയാൻ പറ്റത്തില്ല. പുട്ടിൻ്റെ പൊടി ചിലത് നന്നായിട്ട് ഒരുപാട് നാൾ ഇരിക്കാനായിട്ട് നല്ലതായിട്ട് വറുത്ത് വയ്ക്കും ചിലർ. അപ്പോൾ അതിന് കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും. ഇച്ചിരി വെള്ളം കൂടെ വേണം തോന്നുന്നു കേട്ടോ. നമ്മളെടുത്ത ആ വെള്ളം ഫുള്ള് വേണം തോന്നുന്നു. അപ്പം ഞാൻ അതുകൂടെ ഒന്ന് ഒഴിക്കാം. കറക്റ്റാണ്. ഓക്കെ, നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന ആ ബെൽ ഐക്കണിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ റെസിപ്പീസല്ല നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ചക്കയിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് തരിതരിപ്പൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കാര്യം ചക്ക ഇടുന്നുണ്ടെങ്കിൽ അത് കുറച്ചിങ്ങനെ ക്ലംസി ആയിട്ട് ലംബായിട്ടേ പൊട്ടിയിരിക്കുകയുള്ളൂ. അത് കാരണം നമ്മളിതിനെയും പുട്ടിങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുന്ന കാര്യമൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. അതല്ലെങ്കിൽ നമുക്ക് മിക്സിക്കകത്തോട്ട് ഒന്ന് കറക്കി കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ള പുട്ടുണ്ടാക്കാൻ പറ്റും. ഇനി പുട്ടുപൊടി നനഞ്ഞോന്ന് എങ്ങനെ അറിയുന്നത്? ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് പിടിച്ച് നോക്കണം. കണ്ടോ, നനഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് വീഴണം. ഒരു 5 മിനിറ്റ് അടഞ്ഞിരിക്കട്ടെ ഇവിടെ, അത് നന്നായിട്ട് കുതിരാനായിട്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന 2 തരത്തിൽ നമുക്ക് ചക്കപ്പുട്ടുണ്ടാക്കാം. അപ്പം ഞാനിത് പകുതി ഒരു തരത്തിലും പകുതി വേറൊരു തരത്തിലും ഉണ്ടാക്കാം. പകുതി പാകത്തിനകത്തേക്ക് നമുക്ക് ഉള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇതിനകത്തേക്ക് പകുതി ചക്ക ഇടാം. അതുപോലെ തന്നെ ഇതിൻ്റെ പകുതി തേങ്ങയും കൂടി ഇടാം. അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് നന്നായിട്ട് കുഴയ്ക്കുക. ഈ ഭാഗം നമുക്കിങ്ങനെ ചെയ്യാം. ഒരു ഭാഗം ചക്കപ്പുട്ടുണ്ടാക്കാം കേട്ടോ. ഇതാ ഒരു സെക്ഷൻ നമുക്കിങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പുട്ടുകുടമൊക്കെ അടുപ്പേ വെച്ച് ആവി വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇടാം. പിന്നീട് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത സംഭവം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മുകളിലും കുറച്ച് തേങ്ങ ഇട്ടു. ഇത് ഒരുപാട് കുഴഞ്ഞു പോയാലുണ്ടല്ലോ, ഇത് ഗ്യാസ് നമ്മുടെ എയർ കയറി വരത്തില്ല. എന്നിട്ട് മേളിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പുട്ടുകൂടം തെറിച്ച് പോകും കേട്ടോ. റോക്കറ്റ് വിടുന്ന പോലെ അങ്ങ് പോകും. അപ്പം അഥവാ അങ്ങനെ ആവി വരുന്നില്ലെങ്കിൽ നമ്മൾ ഈ സ്ക്യൂവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു സംഭവം ഇട്ട് നമ്മളതിന് ഒന്ന് ആവി വരാനായിട്ട് ഒന്ന് കിഴിച്ചു കൊടുക്കണം. ഈ കുറ്റിയുടെ മുകളിലേക്ക് ചൂടായി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ആവി ശരിയായിട്ട് വരുന്നുണ്ട്, പ്രശ്നമില്ല. പക്ഷേ ഇവിടെ മാത്രമേ ചൂടാകുന്നുള്ളൂ. ഇവിടെ ചൂടാകുന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലാകും ഇവിടെ വരെ ആവി വന്ന് ജാമായിട്ട് നിൽക്കുകയാണ്, അത് പ്രശ്നമാകുമെന്ന് കേട്ടോ. അനുഭവങ്ങൾ, പാളിച്ചകൾ, അതിൽ നിന്നതൊക്കെ പഠിക്കുന്നതാണ്. പാളിച്ചകൾക്കതൊന്നും പഠിക്കുന്ന കാര്യം അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇനി ഈ പകുതി എന്ത് ചെയ്യാനാ? ആ പകുതിക്കകത്ത് നമുക്ക് ഈ ചക്കയ്ക്കകത്തേക്ക് നമുക്ക് തേങ്ങ കുറച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. മറ്റേ പുട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് അടുത്ത സെറ്റ് വയ്ക്കണം. നമ്മൾ നനച്ചതിനൊന്നും പ്രശ്നമില്ല, നന്നായിട്ട് ആവി വരുന്നുണ്ട്.
നനച്ച പുട്ടുപൊടി എപ്പോഴും നമ്മൾ അതെടുക്കാത്ത സമയത്ത് അത് അടച്ച് തന്നെ വെച്ചേക്കണം, അതല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. ഇനി നമുക്ക് രണ്ടാമത്തേത് നമുക്ക് വേറൊരു ടൈപ്പിലുണ്ടാക്കാം. ഇത് ആവി വരുന്ന കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം നമ്മൾ ഏറ്റവും താഴെ ചക്കപ്പഴം ഇട്ടിരിക്കുന്നതുകൊണ്ട് ആ ചക്കപ്പഴം ചേർത്ത് കുത്തി നിറച്ച് ചെയ്യരുത്, പിന്നെ അപ്പോൾ ആവി കയറില്ല ഇതിനകത്ത്. ഇപ്പം ചക്കപ്പഴം താഴെ വെച്ചിരിക്കുന്നതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആവി മേളിലോട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ ദാ മേളിലോട്ടായി വരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, ആവി വന്നോളും. നന്നായിട്ട് തിക്കായിട്ട് ആവി വന്നു കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാവും കേട്ടോ, എങ്കിൽ എല്ലാ സൈഡും നല്ലപോലെ വേകട്ടെ. അതുപോലെ നിങ്ങൾ ഈ ചക്ക വെച്ച് പുട്ടുണ്ടാക്കുമ്പം വലിയ ആവി താഴെ കൊടുക്കരുത്, വലിയ തീ കൊടുക്കരുത് കേട്ടോ. കുറച്ച് ചെറിയ തീയിൽ ചെയ്താൽ മതി. കാര്യം ആവി ഇങ്ങനെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ അത് മേളിലോട്ട് അതേ ഫോഴ്സിൽ പോകാനായിട്ട് പറ്റത്തില്ല. കാര്യം ചക്ക വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ ഒത്തിരി കണ്ടമാനം തീ കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പം പ്രശ്നമാകും. അതുകൊണ്ട് ചെറിയ തീ ഇതുപോലെ കൊടുത്താൽ മതി. ഇതാ ഇങ്ങനെ ഇത്രയും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മറ്റേ ടൈപ്പിലുണ്ടാക്കിയതും കൂടെ നമുക്കിടാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ഇതിന് ഷേപ്പൊന്നും നോക്കണ്ട, കാര്യം ചക്കയൊക്കെ അകത്ത് ഇടുന്ന കാരണം ചിലപ്പോൾ അത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഷേപ്പൊന്നും ശരിയായെന്നിരിക്കത്തില്ല. അത് കുഴപ്പമില്ല. പക്ഷെ ഇതാണ്ടേ കണ്ടോ. അപ്പോൾ രണ്ട് ടൈപ്പ് പുട്ടും റെഡിയാണ്. ഏതാ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. മണം അടിക്കുന്നു കേട്ടോ. ഇതിന് മണം അടിച്ചിട്ട് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുക. ഇതിനകത്തോട് ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കാൻ എന്ത് ടേസ്റ്റാകും, പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ പുട്ട് തന്നെ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, അതല്ല ചക്ക കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ പല ഓപ്ഷൻസിൽ ചക്കപ്പുട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.